ഹായ് ഓൾ, വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ. ഏതെങ്കിലും ഒരു യൂറോപ്യൻ രാജ്യത്ത് പോയി സെറ്റിലാകാൻ ആഗ്രഹിക്കുന്ന ഒരു നേഴ്സാണോ നിങ്ങൾ? മിക്കവാറും പേര് നോക്കുന്നത് UK, അയർലൻഡ്, അതേപോലെ ന്യൂസിലാൻഡ്, ഓസ്ട്രേലിയ തുടങ്ങിയ രാജ്യങ്ങളൊക്കെ സെറ്റിലാവാനല്ലേ. അപ്പോൾ അങ്ങനെയുള്ളവർക്ക് എന്താണെങ്കിലും OET, IELTS അഥവാ PT ഇതിൽ ഏതെങ്കിലും ഒരു ഇംഗ്ലീഷ് ലാംഗ്വേജ് ടെസ്റ്റ് ക്ലിയർ ചെയ്താൽ മാത്രമേ നിങ്ങൾക്ക് ഈ രാജ്യങ്ങളിലേക്ക് മൂവ് ചെയ്യാൻ കഴിയുകയുള്ളൂ. അപ്പം OET പറ്റി സംസാരിക്കാനാണ് ഞാൻ ഉദ്ദേശിക്കുന്നത്, സ്പെഷ്യലി ബിഗിനേഴ്സിന് വേണ്ടിയിട്ട്. നമ്മളൊരു അക്കാഡമിയിൽ ജോയിൻ ചെയ്ത് കഴിഞ്ഞാൽ അവർ OET പറ്റി നമുക്ക് പറഞ്ഞു തരുന്നത് 4 മൊഡ്യൂൾസ് ഉണ്ട്. അതേപോലെ തന്നെ അതെങ്ങനെയാണ് എന്നുള്ളത് ഡയറക്റ്റ് സ്റ്റാർട്ട് ചെയ്യുകയാണ് ചെയ്യുന്നത്. എന്നാൽ ഒരു ബിഗിനറിനെ സംബന്ധിച്ചിടത്തോളം അവർക്ക് കുറച്ചും കൂടി കാര്യങ്ങൾ ഇതിൽ വ്യക്തത വരാനുണ്ട്. 4 മൊഡ്യൂൾസ് ആണുള്ളത്. OET എന്ന് പറഞ്ഞാൽ ഒക്യുപേഷണൽ ഇംഗ്ലീഷ് ലാംഗ്വേജ് ടെസ്റ്റ് ആണ് എന്ന് മാത്രം അറിയാവുന്നവർക്ക് വളരെ ബുദ്ധിമുട്ടാണല്ലേ ഇങ്ങനെയുള്ള കാര്യങ്ങൾ പെട്ടെന്ന് കേൾക്കുമ്പോൾ. അവർക്ക് ഒരു മെയിൻ ഇൻട്രൊഡക്ഷൻ എപ്പോഴും ആവശ്യമാണ്. അപ്പോൾ അത്തരത്തിൽ ബിഗിനേഴ്സിന് വേണ്ടിയിട്ട് ഒരു നല്ല ഇൻട്രൊഡക്ഷൻ തരാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഈ വീഡിയോയിലൂടെ ഉദ്ദേശിക്കുന്നത്. ഒക്യുപേഷണൽ ഇംഗ്ലീഷ് ലാംഗ്വേജ് ടെസ്റ്റിൽ 4 സബ് ടെസ്റ്റുകൾ അഥവാ 4 മൊഡ്യൂൾസ് ആണ് ഉള്ളത്. ലിസണിങ്, റീഡിങ്, റൈറ്റിംഗ് ആൻഡ് സ്പീക്കിംഗ്. ഈ 4 മൊഡ്യൂൾസ് എന്താണെന്ന് വളരെ ചുരുക്കത്തിൽ ഞാൻ നിങ്ങൾക്ക് പറഞ്ഞുതരാം. ലിസണിങ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ കേൾക്കുന്നതിനനുസരിച്ചുള്ള ഉത്തരങ്ങൾ നമ്മൾ എഴുതുകയാണ് ചെയ്യുന്നത്. എന്നാൽ അതേസമയം റീഡിങ്ങിൽ വരുമ്പോൾ നമ്മൾ വായിച്ച് മനസ്സിലാക്കിയിട്ടാണ് ഉത്തരങ്ങൾ എഴുതുന്നത്. റൈറ്റിങ്ങിൻ്റെ കേസിലാണെങ്കിൽ നമ്മൾ ലെറ്റർ എഴുതുകയാണ് ചെയ്യുന്നത്. അതായത് പല ടൈപ്പ് ഓഫ് ലെറ്റേഴ്സ് ഉണ്ടാവും, അതൊക്കെ ഞാൻ വിശദമായിട്ട് പിന്നീട് പറഞ്ഞു തരാം. എന്നാൽ നമ്മൾ ഓർത്ത് വെക്കാൻ വേണ്ടിയിട്ട് റൈറ്റിംഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് തരുന്ന ഒരു ടാസ്ക്കാണ്. അതായത് ആർക്കെങ്കിലും ഒരു ലെറ്റർ എഴുതുക എന്നുള്ളതാണ്. നമ്മൾ എന്താണെങ്കിലും നമ്മുടെ നഴ്സിംഗ് റിലേറ്റഡ് ആയിട്ടുള്ള കാര്യങ്ങളായിരിക്കും അത് റിലേറ്റ് ചെയ്തിട്ട് ഒരു ലെറ്ററാണ് നമ്മൾ റൈറ്റിങ്ങിൽ എഴുതുന്നത്. അതേപോലെ തന്നെ സ്പീക്കിങ്ങിൻ്റെ കാര്യം വരികയാണെങ്കിൽ നമ്മൾ സംസാരിക്കുകയാണ് ചെയ്യുന്നത്. ഇത്രയാണ് ഇതിൻ്റെ ഡിഫറൻസ് എന്ന് പറയുന്നത്. ലിസണിങ്ങിനെ 3 പാർട്ടായിട്ടാണ് തിരിച്ചിരിക്കുന്നത്. പാർട്ട് A, പാർട്ട് B ആൻഡ് പാർട്ട് C. ഇതിന് ടോട്ടൽ ടൈം എന്ന് പറയുന്നത് 45 മിനിറ്റ്സ് ആണ്. അതേപോലെ തന്നെ 42 ക്വസ്റ്റ്യൻസും ഇതിനകത്തിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. ലിസണിങ് എന്നാൽ തന്നെ കേൾക്കുക എന്നാണല്ലോ അർത്ഥം. അതായത് ലിസണിങ്ങിൽ നമ്മൾ മെയിനായിട്ടും ഓഡിയോസ് നമ്മുടെ ചെവി കൊണ്ട് കേൾക്കുന്നു. ഇത് നമ്മൾ നമ്മുടെ പേപ്പറിലേക്ക് എഴുതി പകർത്തുകയാണ് ചെയ്യുന്നത്. ഇതിനെ പാർട്ട് A, B, C എന്നിങ്ങനെ തിരിച്ചിരിക്കുന്നു. പാർട്ട് Aയിൽ 2 ഓഡിയോസ് അല്ലെങ്കിൽ 2 എക്സ്ട്രാക്റ്റുകളാണ് നമ്മൾ മെയിനായിട്ടും കേൾക്കുന്നത്. ഇതൊരു കോൺവെർസേഷൻ രൂപത്തിലായിരിക്കും ഉണ്ടായിരിക്കുക. പേഷ്യൻറ്റും ജനറൽ പ്രാക്ടീഷണർ അഥവാ GPയുമായിട്ടോ, പേഷ്യൻറ്റും സൈക്കാട്രിസ്റ്റുമായിട്ടോ, അല്ലെങ്കിൽ പേഷ്യൻറ്റും സൈക്കോളജിസ്റ്റുമായിട്ടോ, പേഷ്യൻറ്റും അതേപോലെ തന്നെ മറ്റേതെങ്കിലും ഒരു ഡോക്ടറുമായിട്ടോ ഉള്ള ഒരു കോൺവെർസേഷൻ ആയിരിക്കും മെയിൻലി നമ്മൾ കേൾക്കുന്നത്. പാർട്ട് Aയിൽ നമുക്ക് 24 ക്വസ്റ്റ്യൻസ് ആയിരിക്കും ഉണ്ടായിരുന്നിരിക്കുക. നമ്മുടെ ചെറിയ ക്ലാസ്സിലൊക്കെ നമ്മൾ ഫിൽ ഇൻ ദ ബ്ലാങ്ക്സ് ചെയ്യാറില്ലേ, അതേപോലെ തന്നെ വിട്ടുപോയ ഭാഗങ്ങൾ നമ്മൾ ഓഡിയോ കേട്ടിട്ട് പൂരിപ്പിക്കുക എന്നുള്ളതാണ് നമ്മൾ ചെയ്യുന്നത്. ഇതിനെ തന്നെ 2ആയിട്ട് നമുക്ക് തരംതിരിക്കാം. അതായത് 2 എക്സ്ട്രാക്റ്റുകൾ ഉണ്ടായിരിക്കും. ഫസ്റ്റ് എക്സ്ട്രാക്റ്റിൽ ക്വസ്റ്റ്യൻസ് വരുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 1 to 12 ആയിരിക്കും. അതേപോലെ തന്നെ 13 to 24 വരെയുള്ള ക്വസ്റ്റ്യൻസ് സെക്കൻഡ് എക്സ്ട്രാക്റ്റിലായിരിക്കും ഉണ്ടായിരിക്കുക. അങ്ങനെ 24 ക്വസ്റ്റ്യൻസ് ആണ് നമ്മൾ ടോട്ടൽ പാർട്ട് Aയിൽ കവർ ചെയ്യുന്നത്. ഈ പാർട്ട് Bയിൽ 6 എക്സ്ട്രാക്റ്റുകളായിരിക്കും ഉണ്ടായിരിക്കുക, അല്ലെങ്കിൽ 6 ഓഡിയോസ് ആണ് നമ്മൾ ഹിയർ ചെയ്യുന്നത്. ഓരോ ക്വസ്റ്റ്യനും 3 ഓപ്ഷൻസ് വീതം ഉണ്ടായിരിക്കും. നമ്മൾ ഓഡിയോ പ്രോപ്പറായിട്ട് ലിസൺ ചെയ്ത് അതിൽ ആക്യുറേറ്റ് ആയിട്ടുള്ള അല്ലെങ്കിൽ പ്രോപ്പർ ആയിട്ടുള്ള ആൻസർ ഏതാണോ ഈ 3 ഓപ്ഷനിൽ നിന്ന് നമ്മൾ സെലക്ട് ചെയ്യുകയാണ് ചെയ്യുന്നത്. പാർട്ട് Cയിൽ ഓരോ ക്വസ്റ്റ്യനും 5 മിനിറ്റ്സ് വീതമാണ് നമുക്ക് ആൻസർ ചെയ്യാനുണ്ടായിരുന്നിരിക്കുക. അതേപോലെ തന്നെ നമ്മളിവിടെ 2 എക്സ്ട്രാക്ട്സ് ആണ് നമുക്ക് കിട്ടുന്നത്. റെക്കോർഡഡ് ആയിട്ടുള്ള മോണോലോഗ്സ് അല്ലെങ്കിൽ ഡയലോഗ്സ് ആയിരിക്കും ഇതിലുണ്ടായിരിക്കുക. അത് പ്രോപ്പറായിട്ട് കേട്ടതിന് ശേഷമാണ് നമ്മൾ പാർട്ട് C ആൻസർ ചെയ്യുന്നത്. അതിനും ഇതേപോലെ തന്നെ 3 ഓപ്ഷൻസ് നമുക്കുണ്ടായിരിക്കും. ആ 3 ഓപ്ഷൻസിൽ പ്രോപ്പറായിട്ടുള്ള ഓപ്ഷൻ ഏതാണോ അത് സെലക്ട് ചെയ്യാണ് നമ്മൾ ചെയ്യുന്നത്. ലിസണിങ്ങിൽ മൊത്തത്തിൽ 42 ക്വസ്റ്റ്യൻസ് ആണുള്ളത്. ഈ 42 ക്വസ്റ്റ്യൻസ് കവർ ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്ക് അവർ അലോട്ട് ചെയ്തിരിക്കുന്ന ടൈം എന്ന് പറയുന്നത് 45 മിനിറ്റ്സ് മാത്രമാണ്. ഇതിൽ നമ്മൾ 3 പാർട്ടാണ് കവർ ചെയ്യേണ്ടത്. പാർട്ട് A, പാർട്ട് B ആൻഡ് പാർട്ട് C. പാർട്ട് Aയിൽ 1 to 24 വരെയുള്ള ക്വസ്റ്റ്യൻസ് ആണ് പാർട്ട് Aയിലുള്ളത്. 25 to 36 വരെയുള്ള ക്വസ്റ്റ്യൻസ് ആണ് നമ്മൾ പാർട്ട് Bയിൽ കവർ ചെയ്യുന്നത്. അതേപോലെ തന്നെ 37 to 42 വരെയുള്ള ക്വസ്റ്റ്യൻസ് ആണ് നമ്മൾ പാർട്ട് Cയിൽ കവർ ചെയ്യുന്നത്. റീഡിങ്ങിലും പാർട്ട് A, പാർട്ട് B, പാർട്ട് C എന്നിങ്ങനെയാണ്
റീഡിങ്ങിനെയും തരംതിരിച്ചിരിക്കുന്നത്. റീഡിങ്ങിന് ടോട്ടൽ ടൈം എന്ന് പറയുന്നത് 60 മിനിറ്റ്സ് ആണ്. റീഡിംഗ് പാർട്ട് എക്ക് 15 മിനിറ്റ്സും പാർട്ട് ബി ആൻഡ് സിക്ക് 45 മിനിറ്റ്സുമാണ് അലോട്ട് ചെയ്തിരിക്കുന്നത്. റീഡിംഗ് എന്ന് പറഞ്ഞാൽ ഞാൻ ഓൾറെഡി പറഞ്ഞു, നമുക്ക് റീഡ് ചെയ്യാനായിട്ടുള്ള പാസേജുകൾ ഉണ്ടായിരിക്കും. അത് നമ്മൾ പ്രോപ്പറായിട്ട് വായിച്ച് ആൻസർ ചെയ്യുകയാണ് ചെയ്യുന്നത്. ഇതിലെ പാർട്ട് എയിൽ തന്നെ 4 ടെക്സ്റ്റുകൾ കൊടുത്തിട്ടുണ്ടാവും. ടെക്സ്റ്റ് എ, ബി, സി, ഡി എന്ന് പറഞ്ഞിട്ട്. അതായത് ഈ ഓരോ ടെക്സ്റ്റുകളും വായിച്ചു നോക്കിയിട്ട് നമ്മൾ പാർട്ട് എയിൽ ആൻസർ ചെയ്യുന്നത്. അതിൽ തന്നെ 3 ആയിട്ടാണ് നമുക്ക് ആൻസർ ചെയ്യാനുള്ള ഓപ്ഷൻസ് ഉള്ളത്. പാർട്ട് എയിൽ 20 ക്വസ്റ്റ്യൻസ് ആയിരിക്കും ടോട്ടൽ ഉണ്ടായിരിക്കുക. അതിൽ ആദ്യത്തെ 7 ക്വസ്റ്റ്യൻസ്, ക്വസ്റ്റ്യൻ നമ്പർ 1 to 7 എന്ന് പറയുന്നത്, നമുക്ക് 4 ടെക്സ്റ്റുകൾ ഉണ്ടെന്ന് പറഞ്ഞില്ലേ, ആ ടെക്സ്റ്റുകളിൽ നിന്നുള്ള ഒരു സെൻറ്റൻസ് ആയിരിക്കും കൊടുത്തിട്ടുണ്ടാവുക. അത് ഏത് ടെക്സ്റ്റിലാണ് എന്നുള്ളത് ഫൈൻഡ് ചെയ്യുകയാണ് നമ്മുടെ ഏറ്റവും വലിയ ഉദ്ദേശം എന്ന് പറയുന്നത്. നമ്മൾ കേൾക്കുമ്പോൾ വിചാരിക്കുന്നത് നിസ്സാരമാണെന്ന്, എന്നാൽ അങ്ങനെയല്ല. നമുക്ക് സമയപരിമിതി വളരെ കുറവാണ്. 15 മിനിറ്റിൽ വേണം നമ്മൾ ഇത്രയും ക്വസ്റ്റ്യൻസിനും ആൻസർ ചെയ്യാൻ വേണ്ടിയിട്ട്. സോ ക്വസ്റ്റ്യൻ നമ്പർ 1 to 7 എന്ന് പറയുന്നത് ഫ്രം വിച്ച് ടെക്സ്റ്റ് യു ക്യാൻ ഫൈൻഡ് ദ ഇൻഫർമേഷൻ എന്നുള്ളതാണ്. അപ്പം നമ്മൾ ടെക്സ്റ്റ് എ ആണോ, ബി ആണോ, സി ആണോ, ഡി ആണോ, ഇതിലേതിലാണ് ഈ കാര്യം കൊടുത്തിരിക്കുന്നതെന്ന് മാത്രം നമ്മൾ മെൻഷൻ ചെയ്താൽ മതി. ടെക്സ്റ്റ് എന്നുപോലും എഴുതേണ്ട ആവശ്യമില്ല. വെറുതെ എ, ബി, സി, ഡി ഇതിലേതാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഡയറക്റ്റ് എഴുതേണ്ട ആവശ്യമേ വരുന്നുള്ളൂ. ക്വസ്റ്റ്യൻ നമ്പർ 8 to 14 എന്ന് പറയുന്നത് 8 മുതൽ 14 വരെയുള്ള ചോദ്യങ്ങൾ എന്ന് പറയുന്നത് ഈ പാസേജ്, അതായത് ഈ 4 ടെക്സ്റ്റുകൾ വായിച്ചിട്ട് അതിൽ നിന്നുള്ള ഒരു ഉത്തരമായിരിക്കും നമ്മൾ എഴുതുന്നത്. ഒറ്റ വാക്കിൽ ഉത്തരം എഴുതാന്നൊക്കെ നമ്മൾ കേട്ടിട്ടില്ലേ, അങ്ങനെയുള്ളൊരു കാര്യമാണ് നമ്മൾ ഈ ക്വസ്റ്റ്യൻ നമ്പർ 8 to 14 ചെയ്യുന്നത്. ക്വസ്റ്റ്യൻ നമ്പർ 15 to 20 നമ്മൾ ചെയ്യുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ലിസണിങ്ങിലൊക്കെ ചെയ്ത പോലെ തന്നെ വായിച്ചു നോക്കിയിട്ട് ഫിൽ ഇൻ ദ ബ്ലാങ്ക്സ് വിത്ത് ആൻഡ് കംപ്ലീറ്റ് ദ സെൻറ്റൻസ് എന്നുള്ള ഒരു സെൻറ്റൻസ് എവിടെയാണോ ബ്ലാങ്ക് ആയിട്ടുള്ള ഭാഗമുള്ളത് അത് നമ്മൾ ഫില്ല് ചെയ്തുകൊണ്ട് കംപ്ലീറ്റ് ചെയ്യുക എന്നുള്ളതാണ് 15 to 20 നമ്മൾ ചെയ്യുന്നത്. പാർട്ട് ബി ആൻഡ് സി ഒരുമിച്ച് ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്ക് തരുന്ന ടൈം എന്ന് പറയുന്നത് 45 മിനിറ്റ്സ് ആണ്. ഇതിൽ പാർട്ട് ബിക്ക് 12 മിനിറ്റ്, പാർട്ട് സിക്ക് 32 മിനിറ്റ്, ഇങ്ങനെ ഡിവൈഡ് ചെയ്ത് നമുക്ക് ചെയ്യാവുന്നതാണ്. റീഡിങ്ങിൻ്റെ പാർട്ട് ബിയിൽ 6 പാസേജുകളായിരിക്കും ഉണ്ടായിരിക്കുക. ഈ 6 പാസേജ് നമ്മൾ വായിച്ചു നോക്കുക. അതേപോലെ തന്നെ ഓരോ പാസേജിനും 3 ഓപ്ഷൻസ് വീതമായിരിക്കും ഉണ്ടായിരിക്കുക. ഓരോ ക്വസ്റ്റ്യനും 3 ഓപ്ഷൻസ് വീതം ഉണ്ടായിരിക്കും. അതിലേതാണോ കറക്റ്റായിട്ടുള്ള ആൻസർ അതാണ് നമ്മളവിടെ ചൂസ് ചെയ്യുന്നത്. പാർട്ട് സിയിൽ ലോങ് ആയിട്ടുള്ള 2 പാസേജുകളായിരിക്കും ഉണ്ടായിരിക്കുക. ഓരോ പാസേജിനും 8 ക്വസ്റ്റ്യൻസ് വീതം നമ്മൾ ആൻസർ ചെയ്യേണ്ടതായിട്ടുണ്ട്. അപ്പോൾ ഞാൻ ഒന്നുകൂടെ പറയാം, നമ്മുടെ റീഡിങ്ങിന് പാർട്ട് എ, ബി, സി ആയിട്ട് തന്നെയാണ് തിരിച്ചിരിക്കുന്നത്. പക്ഷേ ഇതിലൊരു ടൈം ഡിഫറൻസ് ഉണ്ട്. 60 മിനിറ്റ്സ് ആണ് ടോട്ടൽ വരുന്നത്. അതായത് പാർട്ട് എക്ക് 15 മിനിറ്റ്സും പാർട്ട് ബി ആൻഡ് സി ടോട്ടലി 45 മിനിറ്റ്സുമാണ് വരുന്നത്. ഇനി റൈറ്റിംഗ് വരികയാണെങ്കിൽ ഞാൻ ഓൾറെഡി പറഞ്ഞു, റൈറ്റിങ്ങിൽ നമ്മളൊരു കേസ് നോട്ട് വായിച്ചിട്ട് നമുക്കൊരു ടാസ്കും ഉണ്ടായിരിക്കും. അതേപോലെ തന്നെ നമ്മൾ അതും വായിച്ചു നോക്കിയിട്ട് ഒരു ലെറ്റർ എഴുതുക എന്നുള്ളതാണ് റൈറ്റിങ്ങിൽ നമ്മൾ മെയിനായിട്ട് ചെയ്യുന്നത്. ഇതിനും ടോട്ടൽ ടൈം എന്ന് പറയുന്നത് 45 മിനിറ്റ്സ് ആണ്. ഇതിൽ 5 മിനിറ്റ്സ് നമുക്ക് റീഡ് ചെയ്യാനുള്ള സമയമാണ്. 40 മിനിറ്റാണ് നമ്മൾ എഴുതാനുള്ള സമയം നമുക്ക് അനുവദിച്ചിരിക്കുന്നത്. റൈറ്റിങ്ങിൽ പല തരത്തിലുള്ള ലെറ്ററുകളുണ്ട്. നോൺ കേസിന് സെപ്പറേറ്റ് ആണ്, അൺനോൺ കേസ് ആകുമ്പോൾ സെപ്പറേറ്റ് ആയിട്ടുള്ള രീതിയിലാണ് നമ്മൾ എഴുതുന്നത്. അതിനെപ്പറ്റി വിശദമായിട്ട് ഞാൻ പിന്നീട് പറഞ്ഞു തരാം. അതേപോലെ തന്നെ സ്പീക്കിങ്ങിനും റോൾ പ്ലേ ചെയ്യാനുണ്ട്. 2 റോൾ പ്ലേ ആണ് നമുക്ക് സ്പീക്കിങ്ങിൽ ചെയ്യാനുള്ളത്. സ്പീക്കിംഗ് എന്ന് പറയുമ്പോൾ നമ്മളാണ് ഇവിടെ സംസാരിക്കുന്നത്. നമ്മൾ മാത്രമല്ല, നമ്മളോടൊപ്പം കോൺവെർസേഷൻ ചെയ്യാനായിട്ടും ഒരാളുണ്ടായിരിക്കും. നമുക്ക് 2 റോൾ പ്ലേ ആണ് നമുക്ക് ചെയ്യാനുള്ളത്. ഓരോ റോൾ പ്ലേക്കും 5 മിനിറ്റ് വീതമാണ് ടൈം ഉള്ളത്. സ്പീക്കിംഗ് മെയിനായിട്ടും അവർ നമ്മുടെ ഇൻ്റർപേഴ്സണൽ സ്കിൽസ് എങ്ങനെയാണ് എന്നുള്ളതാണ് ചെക്ക് ചെയ്യുന്നത്. സ്പീക്കിങ്ങിന് തൊട്ട് മുന്നേ ആയിട്ട് അവർ നമ്മളോട് കുറച്ച് വാം-അപ്പ് ക്വസ്റ്റ്യൻസ് നമ്മളോട് ചോദിക്കുന്നതായിരിക്കും. അതൊക്കെ നമുക്ക് ഈസി ആയിട്ട് ആൻസർ ചെയ്യാൻ കഴിയുന്നതേ ഉള്ളൂ. ജനറലായിട്ട് ചോദിക്കുന്ന കുറച്ച് വാം-അപ്പ് ക്വസ്റ്റ്യൻസ് ഏതൊക്കെയാണെന്നുള്ളതും ഞാൻ നിങ്ങൾക്ക് അടുത്തൊരു വീഡിയോയിലൂടെ പറഞ്ഞു തരാം. പിന്നെ യൂഷ്വലി എല്ലാവർക്കും ഉള്ള ഡൗട്ടാണ്, നമ്മൾ എക്സാം സെൻറ്ററിൽ ചെന്ന് കഴിയുമ്പോൾ എന്താണ് ശരിക്കും ഈ കാര്യങ്ങളിലൊക്കെ, അതായത് ഈ മൊഡ്യൂൾസുകളിലൊക്കെ എന്താണ് നടക്കുന്നതെന്നുള്ളത്. നമ്മൾ എക്സാമിന് ചെന്ന് കഴിഞ്ഞാൽ ഉടനെ മൊഡ്യൂൾസ് ആണുള്ളത് നമുക്ക് വ്യക്തമായിട്ട് അറിയാം. ഈ ലിസണിങ് ഈ 3 പാർട്ടുകൾ തന്നെയാണുള്ളത്. അതേ സമയത്ത് നമുക്ക് ഓഡിയോ ഹിയർ ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഹെഡ്സെറ്റ് അവർ നമുക്ക് പ്രൊവൈഡ് ചെയ്യുന്നതായിരിക്കും.
ഈ ഹെഡ്സെറ്റ് നമ്മുടെ ചെവിയിൽ വെച്ചുകൊണ്ടാണ് നമ്മൾ ഈ ഓഡിയോസ് എല്ലാം കൃത്യമായിട്ട് കേൾക്കുകയും അതോടൊപ്പം തന്നെ നമ്മൾ പ്രാക്ടീസ് ചെയ്ത പോലെ തന്നെ നമ്മൾ ആൻസേഴ്സ് എഴുതുകയും ചെയ്യുന്നത്. ലിസണിങ് കഴിഞ്ഞാൽ ഉടനെ തന്നെ അവർ നമ്മുടെ പേപ്പർ വാങ്ങിച്ചുകൊണ്ട് പോകും. അതിനുശേഷം റീഡിങ്ങിന് വേണ്ടിയിട്ടുള്ള ടൈമായിരിക്കും. റീഡിങ് ടൈമിലും ഇതേപോലെ തന്നെയാണ്. നമുക്ക് കറക്റ്റായിട്ടുള്ള ടൈമും കാര്യങ്ങളും എല്ലാം പറഞ്ഞു തരാൻ വേണ്ടിയിട്ട് അവിടെ ഓൾറെഡി ഇൻവിജിലേറ്റേഴ്സ് ഉണ്ടായിരിക്കും. അതേപോലെ തന്നെ അവിടെ ക്ലോക്കും വെച്ചിട്ടുണ്ടായിരിക്കും. നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ ക്ലോക്കിലും നോക്കാവുന്നതാണ്. റീഡിങ്ങിൻ്റെ ടൈമിലാണെങ്കിൽ ഇതേപോലെ പാർട്ട് എ കഴിഞ്ഞ് കഴിയുമ്പോഴത്തേക്കും നമ്മുടെ കയ്യിൽ നിന്ന് ആൻസർ പേപ്പേഴ്സ് അവർ വാങ്ങിച്ചുകൊണ്ട് പോകും. പിന്നെ പാർട്ട് ബിയും സിയും ആണുള്ളത്. അത് ഒരുമിച്ചാണ് അതിൻ്റെ ആൻസേഴ്സ് അവർ കളക്ട് ചെയ്യുന്നത്. റൈറ്റിങ്ങിൻ്റെ കേസിൽ വരികയാണെങ്കിൽ നമുക്ക് റൈറ്റിങ്ങിനും ഇതേപോലെ തന്നെ 45 മിനിറ്റ്സ് ആണുള്ളത്. നമുക്ക് ഈ പ്രോപ്പർ ടൈം അനുസരിച്ച് 45 മിനിറ്റ്സിനുള്ളിൽ നമ്മുടെ എക്സാം എഴുതി അതിൻ്റെ പേപ്പറും അതവർ വാങ്ങിച്ചുകൊണ്ട് പോകും. അതിനുശേഷം സ്പീക്കിങ്ങിന് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സ്പീക്കിങ്ങിന് പലർക്കും പല ടൈമായിരിക്കും കിട്ടുന്നത്. സ്പീക്കിങ്ങിന് നമുക്ക് അനുവദിച്ചിരിക്കുന്ന കൃത്യസമയത്ത് തന്നെ അവർ വിളിച്ചുകൊണ്ട് പോകും. അവർ ഓരോരോ റൂംസിലായിട്ടായിരിക്കും നമ്മളെ ഇരുത്തുന്നത്. അപ്പം നമ്മളോടൊപ്പം ഓപ്പോസിറ്റ് കോൺവെർസേഷൻ ചെയ്യുന്ന ഒരാളും ഉണ്ടായിരിക്കുമല്ലോ. അവരാണ് നമ്മളോട് കുറച്ച് വാവൽ ക്വസ്റ്റ്യൻസ് ചോദിക്കുകയും അതിനുശേഷം അവർ റോൾ പ്ലേയിലോട്ട് കടക്കുകയും ചെയ്യും. അപ്പോൾ ഈ സമയത്ത് അവർ ഓൾറെഡി ഇത് റെക്കോർഡ് ചെയ്യുന്നതാണ്. നമ്മുടെ കോൺവെർസേഷൻസ് എന്തൊക്കെയാണെന്നുള്ള കാര്യം നമ്മുടെ ഈ റോൾ പ്ലേ അവർ റെക്കോർഡ് ചെയ്യുന്നുണ്ടായിരിക്കും. അതേപോലെ തന്നെ ഇതെല്ലാം കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് തിരിച്ചു പോകാം. ഇതാണ് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളൊരു എക്സാം സെൻറ്ററിൽ ചെല്ലുമ്പോൾ നടക്കുന്ന കാര്യങ്ങൾ. OETക്ക് വേണ്ടിയിട്ടുള്ള ടിപ്സും ബാക്കി മൊഡ്യൂൾസിനെ പറ്റിയുള്ളത് വിശദമായിട്ടുള്ള കാര്യങ്ങളും ഞാൻ വേറൊരു വീഡിയോയിലൂടെ നിങ്ങൾക്ക് പറഞ്ഞു തരുന്നതായിരിക്കും. പക്ഷേ ഇതിപ്പോൾ ബിഗിനേഴ്സായിട്ടുള്ളവർക്ക് വേണ്ടിയിട്ടുള്ളൊരു വീഡിയോ ആണ്. ബിഗിനേഴ്സായിട്ടുള്ളവർക്ക് എന്തെങ്കിലും ഒരു ഡൗട്ട് ഉണ്ടെങ്കിൽ നിങ്ങൾ എന്നെ കമൻറ്റിലൂടെ അറിയിച്ചാൽ മതി. ഞാൻ അതിനുള്ള റിപ്ലൈ തരുന്നതായിരിക്കും. അതിയായിട്ടൊരു മോട്ടിവേഷൻ കൂടെ ഞാൻ പറഞ്ഞു തരാം. ഇത് എന്നെ കൊണ്ട് സാധിക്കില്ല, ഇതെനിക്ക് പറ്റുന്ന പണിയല്ല എന്നൊക്കെ വിചാരിക്കുന്നവർക്ക് നിങ്ങളൊരു തവണ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുന്നേ, ചിലപ്പോൾ കിട്ടിയാലോ. അപ്പോൾ അതുകൊണ്ട് OET പഠിക്കാൻ ആഗ്രഹിക്കുന്നവർക്ക് അല്ലെങ്കിൽ യൂറോപ്യൻ കൺട്രിയിൽ ചെയ്യണമെന്ന് ആഗ്രഹിക്കുന്നവർക്ക് ഈ ഒരു വീഡിയോ ഒരു ഹെൽപ്പ് ആവട്ടെ എന്ന് കരുതുന്നു. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും നിങ്ങൾ എന്നെ സപ്പോർട്ട് ചെയ്യണം. അതേപോലെ തന്നെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ. താങ്ക് യു സോ മച്ച്.